ഡിപ്രഷൻ പോലുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ആദ്യം വേണ്ടത് മനഃശാന്തിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതായത് സന്തോഷമുണ്ടാകാനായിട്ട് എന്തെങ്കിലും സ്പോർട്സിലോ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പാട്ട് കേൾക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ ചെയ്യണം. അത് വെച്ച് കൂടുതലാക്കരുത് കേട്ടോ, ആദ്യം തന്നെ ചെയ്തുകൊള്ളണം. പിന്നെ അത് കൂടാതെ നമ്മൾ ക്ഷേത്രത്തിൽ പോകണം. നമ്മൾ അമ്പലത്തിൽ പോകാൻ ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ അമ്പലത്തിലേക്ക് പോകണം. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് ശാന്തമാകും. എപ്പോഴും ഡിപ്രഷൻ വരുന്നവർക്ക് വീടിനകത്തേക്ക് ഒതുങ്ങിക്കൂടാൻ താല്പര്യപ്പെടുന്നവരാണ്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഡിപ്രഷൻ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ വീടിന് പുറത്തേക്ക് തന്നെ ഇറങ്ങുക. ഒരിക്കലും അകത്ത് അടഞ്ഞു പൂട്ടി ഇരിക്കാൻ പാടില്ല. നിങ്ങൾ അമ്പലത്തിലേക്കോ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലേക്കോ പോയി കുട്ടികൾ കളിക്കുന്ന സ്ഥലത്തൊക്കെ പോയിരുന്നു അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക. അതും നിങ്ങൾ വീടിനകത്തിരുന്ന് വായിക്കാമെന്ന് വിചാരിക്കരുത്. കുറച്ച് വേറെ എവിടെയെങ്കിലും പോയിരുന്ന്, അല്ല സ്കൂളിൻ്റെ മുറ്റത്തോ എവിടെയെങ്കിലും പോയിരുന്ന് വായിച്ചോളുക. പിന്നെ അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പോയിട്ട് കദളിപ്പഴവും കരിക്കും കൽക്കണ്ടവും ഗരുഡ പഞ്ചാക്ഷരി മന്ത്രം ഉപയോഗിച്ച് നിവേദിച്ച് വാങ്ങിച്ചുകൊണ്ട് വെച്ച് കഴിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഡിപ്രഷൻ്റെ പെട്ടെന്ന് വ്യത്യാസം വരും. അതുപോലെ ഫ്രൂട്ട്സൊക്കെ നിറയെ കഴിക്കണം. കൊഴുപ്പ് കൂടുതലുള്ള ആഹാരങ്ങൾ ആ സമയത്ത് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം.